കുമാരപ്പണിക്കര് പള്ളിയില് മുട്ടുകുത്തി കുരിശ് വരികയല്ലേ? പേര് ഞാൻ മറന്നു. അപ്പച്ചൻ. അപ്പച്ച. മനുഷ്യന്റെ വ്യഥകൾ ഇറക്കി വെക്കാനുള്ള അത്താണിയാണ് എല്ലാ ദൈവങ്ങളും എല്ലാ ആരാധനാലയങ്ങളും. നിനക്കിന്ന് നാടകം ഉണ്ട് അല്ലേ അപ്പച്ച? ഓ അച്ഛാ, ഇന്ന് അരിപ്പാടാ. ഓ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛന് മനസ്സിലായില്ലേ? നമ്മുടെ താമരയുടെ വീട്ടിൽ താമസിക്കണ. വിവരങ്ങളൊക്കെ അറിഞ്ഞു, പരിചയപ്പെടാൻ ഇതുവരെ സാധിച്ചില്ല. എന്താ പേര്? കുര്യൻ പൗലോസ്. KP എന്ന് വിളിക്കും. ചെറുപ്പത്തിലെ അച്ഛൻ നഷ്ടപ്പെട്ട കുട്ടിയാ, ഇപ്പൊ അച്ഛന്റെ സ്ഥാനത്താ KP. അതെ, രക്തബന്ധത്തെക്കാൾ വലിയ ബന്ധമുണ്ടെന്ന് എന്നെ ബോധ്യപ്പെടുത്തത് ആ കുട്ടിയാ. എനിക്കിപ്പോ അവള് മകള് തന്നെയാ. KPക്ക് ബന്ധുക്കളായിട്ട് സത്യം പറഞ്ഞ എല്ലാരും ഉണ്ട്, എന്നാൽ ആരും ഇല്ലതാനും. എനിക്ക് 6 ആൺമക്കളാ. മക്കളൊക്കെ എന്തു ചെയ്യണു? ദൈവം 6 ആൺമക്കളെ തന്നപ്പോ എല്ലാം ആയി എന്ന് ഞാൻ കരുതി. പക്ഷെ നമ്മളെ സ്നേഹിക്കാനും നമുക്ക് സ്നേഹിക്കാനും പെമ്മക്കളാച്ചോ നല്ലത്. ഈ അവസാന കാലത്ത് ഒരു മകളുടെ സ്നേഹവും പരിചരണവും ഒക്കെ എൻ്റെ ആരുമല്ലാത്ത ഒരു പെൺകുട്ടിയിൽ നിന്ന് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ നടന്നോ, എനിക്കിത്തിരി തിരക്കുണ്ട്. അച്ചോ നിക്കച്ചോ. അതെ, എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഇതിൽ ഏത് കഥയാണ് നേര്? ഇന്നലെ പറഞ്ഞതാ അതോ ഇപ്പൊ പറഞ്ഞതാ? ഇന്നലെ എന്ത് പറഞ്ഞു? ഒരു മോനെ ഉള്ളൂ, ആ മോൻ കൊല്ലാൻ നടക്കാന്നൊക്കെ. എപ്പാ? കടപ്പുറത്ത് വെച്ച് കള്ളു കുടിച്ചോണ്ടിരുന്നപ്പോ. കള്ളു കുടിച്ചോണ്ടിരുന്ന സ്വഭാവത്തിൽ പറയുന്നതാണോ കള്ളിന്റെ പുറത്ത് പറയുന്നതാണോ വിശ്വസിക്കുന്നത്? അപ്പൊ ശരിക്കും പേരെന്താണ്? കുര്യൻ പൗലോസ് എന്നാണോ അതോ കുമാരപ്പണിക്കർന്നാണോ? തനിക്ക് എന്റെ ജാതി അറിഞ്ഞിട്ട് എന്ത് വേണം? എനിക്ക് കല്യാണം ആലോചിക്കാൻ പോകുന്നോ? ഒരു കാര്യം ചെയ്യ്, ക്രിസ്ത്യാനികൾ കുര്യൻ പൗലോസ് എന്ന് വിളിച്ചോട്ടെ, ഹിന്ദുക്കൾ കുമാരപ്പണിക്കർന്ന് വിളിച്ചോട്ടെ. രണ്ടിലും KP ഉണ്ടല്ലോ. വർഗീയവാദി കളിക്കുന്ന നാടകം ഇതാ. പിന്നെങ്ങനെ? ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ? ഉള്ളതുള്ളതുപോലെ പറയണവരെ എനിക്കിഷ്ടം. എങ്ങും പോകണ്ടെന്ന് പറഞ്ഞ് ഇവിടെ നിർബന്ധിച്ച് നിർത്തിയിരിക്കണ ഞാനാ. പിന്നെ എന്നോട് എന്തിനാ കള്ളം പറയണെന്ന് മനസ്സിലാവാത്തത്? അന്യജാതിക്കാരനാണെന്ന് അറിഞ്ഞാൽ മോക്ക് വിഷമമാകുമല്ലോ എന്ന് കരുതി പേര് മാറ്റി പറഞ്ഞതാ. പിന്നെ ഞങ്ങ ഇവിടെ ജാതി നോക്കിയല്ലേ ആൾക്കാരെ സ്നേഹിക്കണതും ജീവിക്കണതും. ഈ കൊച്ചിന്റെ അച്ഛൻ ചത്തതിന് ശേഷം ഞാനെന്നും വന്ന് ഈ കൊച്ചിന് കൂട്ടുകിടക്കണതേ ഈ കൊച്ചു ക്രിസ്ത്യാനിയാണെന്ന് ഓർത്തിട്ടാണ്. ഞങ്ങളുടെ അപ്പച്ചയുടെ നായസ്ത്രീയായിട്ടാണ് ജീവിക്കണത്. ഓ, നിങ്ങളുടെ ഫാദർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ഫാദറും ഗീതറൊന്നും അല്ല, ആലപ്പച്ചയുടെ കാര്യാ പറഞ്ഞത്. എന്റെ ആങ്ങളുടെ മകൻ. ഓ ഓ, ഇവിടെ ഞങ്ങൾ ജാതിയൊന്നും നോക്കാറില്ല. ഏതായിരുന്നാലും കാരണം ഒരു ക്രിസ്ത്യാനിയായത് നന്നായി. ഇവിടെ ഇത്തിരി മനുഷ്യപ്പറ്റുള്ളതേ ക്രിസ്ത്യാനികൾക്ക് മാത്രമാണ്. മോളെ, ഇവിടെ കിടന്ന ശരിയാകത്തില്ല. ഈ കിളവനാളിത്തിരി പശപശപ്പാണേ. പിന്നെ മധുര 17 അല്ലേ?